പി.വി. അൻവറിൻ്റെ വെളിപ്പെടുത്തലോടെ മുഹമ്മദ് ആട്ടൂരിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് നമ്മളോടൊപ്പം ഉള്ളത്, അദീബ നൈന. അദീബ, ഈ ഒരു തുറന്നു പറച്ചിലിൽ അല്ലെങ്കിൽ പുതിയ അന്വേഷണ സംഘത്തിൽ വിശ്വാസമുണ്ടോ? എന്താണ് നിലവിലെ നിങ്ങളുടെ അനുഭവം? ഒരു കൊല്ലമായി ഉപ്പയെ നമ്മൾ കാത്തിരിക്കുകയാണ്, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് MLA സാർ ഈ ഒരു റിവ്യൂൽ നമ്മളോട് മീഡിയനോട് പറയുന്നത്. നമ്മളത് കേട്ടിട്ട് നല്ലൊരു ഷോക്കിംഗ് തന്നെയാണ്. നമുക്ക് ഇത്ര കാലമായിട്ടും ഇതിൻ്റെ മുന്നേ പോലീസ് ഒരു 2 മാസം മുന്നേ പോലീസ് നമ്മളോട് പറഞ്ഞിരുന്നു ഒരു 99% ഉപ്പ ഇല്ല എന്നുള്ള രീതിയിൽ. പക്ഷെ നമുക്കത് വിശ്വസിക്കാനുള്ള ഒരു തെളിവുകൾ അവർ നമുക്ക് തന്നിട്ടില്ല. അപ്പം അവർക്ക് തെളിവില്ലാതെ എങ്ങനെയാണ് പോലീസ് ഉപ്പ ഇല്ല എന്നുള്ളത് അവർക്കത് പറയാൻ പറ്റൂലല്ലോ, നമുക്കത് വിശ്വസിക്കാനും പറ്റൂല. അപ്പോൾ അവർ പറഞ്ഞത് അതിൻ്റെ കാരണം ഉപ്പ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്നാണ്. തിരിച്ചാണെങ്കിലും അങ്ങനെയാണല്ലോ. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് അന്വേഷണം തൃപ്തികരമല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ മുഖ്യമന്ത്രി സാറിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടു. അവർ സാറ് പറഞ്ഞത് എന്തായാലും ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. നമ്മൾ തിരുവനന്തപുരം തിരിച്ചു വന്ന് ആ സമയത്ത് തന്നെയായിരുന്നു പുതിയ SIT ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ, ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ പുതിയ SIT എന്നായിരുന്നു നമ്മൾ വിചാരിച്ചു. അതിൽ നമ്മൾ ഓക്കെ ആയിരുന്നു. പക്ഷേ പിന്നെയും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞ പഴയ ആ ഒരു സെയിം ടീം പിന്നെയും വന്നു. അത് ഈ ADGP സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു പുതിയ ടീം ഉണ്ടാക്കിയത്. അത് മലപ്പുറം SP-ക്കായിരുന്നു അതിൻ്റെ ചുമതല കൊടുത്തിട്ട് ചെയ്തത്. പക്ഷേ മലപ്പുറം SP മാത്രമായിരുന്നു പുതിയതായിട്ട് വന്നത്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും പഴയ അന്വേഷിച്ച ആ സെയിം ആൾക്കാർ ഇത്രയും 1 വർഷത്തോളം ലാഗാക്കി ആ സെയിം ടീം തന്നെയാണ് പിന്നെയും വന്നത്. അപ്പം നമുക്ക് അതിലൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ അത്രയും വേണ്ട പറഞ്ഞിട്ട് പിന്നെയും അവരെന്നെ എങ്ങനെ ADGP സാറ് ചെയ്തു എന്നുള്ളത് നമുക്ക് ആ ഒരു പ്രശ്നം നമുക്കുണ്ടായിരുന്നു. അപ്പോഴാണ് MLA സാറിൻ്റെ ഈ ഒരു റിവ്യൂലും കൂടി വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു സംശയമുണ്ട്. എത്ര അന്വേഷണ സംഘം ഇപ്പോൾ നിലവിൽ വന്നു? ഇവരുടെ ഭാഗത്തുനിന്ന് കാര്യമായി എന്തെങ്കിലും നീതി കിട്ടിയിട്ടുണ്ടോ? ആദ്യം നടക്കാവ് CIക്ക് നമ്മളവിടെ നടക്കാവിലായിരുന്നു പരാതി കൊടുത്തത്. അവിടെ ആദ്യം ഇലക്ഷൻ്റെ മുന്നേ നടക്കാവ് CI അന്വേഷിച്ചിരുന്നു. അപ്പോഴാണ് നമുക്ക് കുറച്ച് അത്യാവശ്യം ഡിലേ ആയിരുന്നു. പിന്നെ രണ്ടാമത് അവർ ഇലക്ഷൻ സമയത്ത് മാറ്റി വേറെ CI വന്നു, അവരും അന്വേഷിച്ചിരുന്നു. പക്ഷേ ഒരു റിസൾട്ട് നമുക്ക് വന്നിട്ടില്ല. അതിന് ശേഷം കമ്മീഷണർ അണ്ടറിലൊരു സ്ക്വാഡ് ചെയ്തിരുന്നു. അത് നമുക്ക് അത്യാവശ്യം റിസൾട്ട് ഉണ്ടായിരുന്നു. ഒരു എങ്ങനെയെങ്കിലും അവരെ ക്ലോസ് ചെയ്യുന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് എന്തെങ്കിലും തെളിവുകൾ അവർ തരുന്നു നമുക്ക് ഒരുറപ്പുണ്ടായിരുന്നു. കമ്മീഷണറായിട്ട് നമ്മൾ പോലും സംസാരിക്കുകയും അദ്ദേഹം ഡീറ്റെയിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവരവിടെ വേണം എന്നായിരുന്നു നമ്മൾ ആവശ്യം. പക്ഷേ പുതിയ SIT വന്നതോടെ അവർക്കും ഒരു റോൾ ഇല്ലാണ്ടായി. അതിലൊക്കെയാണ് നമ്മളെ പ്രശ്നം. ഒപ്പം തന്നെ 1 വർഷമായിട്ട് ഇപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് രജിത് കുമാർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറായിട്ടിരുന്ന, ഇദ്ദേഹത്തിൻ്റെ പങ്കാളിയാണ് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തെ പോലീസ് 1 വർഷമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 വർഷമായിട്ടും ഈ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. അദ്ദേഹം പറയുന്നതും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഈ കേസ് ഇപ്പോൾ തെളിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത പ്രശ്നം കൂടെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് ഇത്രമാത്രം വൈകാൻ കാരണമെന്ന് അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? ഈ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഡ്രൈവറിൻ്റെത് നമ്മളോട് പോലീസ് പറഞ്ഞൊരു അറിവേ നമുക്കുള്ളൂ. അവർ ഉപ്പയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നും ഫോണിൽ ഏകദേശം ഒരേ സമയത്ത് ലൊക്കേറ്റ് ചെയ്ത് അങ്ങനത്തെ രീതിയിൽ പോലീസ് നമ്മളോട് പറഞ്ഞെന്നല്ലാതെ വേറൊരു കാര്യങ്ങളും അദ്ദേഹത്തിനുള്ള ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ഫാമിലിക്ക് അറിയില്ല. പോലീസ് പറഞ്ഞുള്ള അറിവേ നമുക്കുള്ളൂ. ആദ്യ ഭാര്യയായിട്ടുള്ള റംലയല്ലേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതി നൽകുന്നത്? അന്ന് രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള റംലയല്ലേ ഈ വിഷയമായിട്ട് പരാതി നൽകുന്നത്? അവരെക്കൊണ്ട് ഉപ്പയുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരെ വിളിച്ചിട്ട് അവരെക്കൊണ്ട് പരാതി കൊടുപ്പിച്ചതാണ്. ഈ കാണാതായ ദിവസം തന്നെ പരാതി നൽകുന്നുണ്ടല്ലോ? അതെ, നമ്മൾ ശരിക്കും കാണാതായി നമ്മൾ അറിയുന്നത് 22-ാം തീയതിയാണ്. 22-ാം തീയതി ഓഗസ്റ്റ് 22. 21-ന് നൈറ്റ് ഉപ്പയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഉപ്പ ഇടയ്ക്ക് നമുക്ക് സാധാരണ വിളിച്ചാൽ കിട്ടാറുണ്ട്. പക്ഷേ നമുക്ക് റിയലൈസ് ചെയ്യുന്നത് 22-ാം തീയതി മോർണിംഗ് മുതൽ ഉപ്പനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അന്ന് നൈറ്റ് അധികം ആരും വിളിച്ചിട്ടില്ല. അന്ന് നൈറ്റ് തിരിച്ചു വരുമെന്ന് ഇപ്പോൾ പറഞ്ഞതായിരുന്നു. പക്ഷേ ദൂരെയാണെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. പക്ഷേ 22-ാം തീയതി നമുക്ക് രാവിലെ മുതലൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ ഒന്നാമത് ബിസിനസ് കംപ്ലീറ്റ് എല്ലാതും കൂടുതലും ഫോണിലൂടെ 2 ഫോണുണ്ട് ഉപ്പക്ക്. അപ്പം ഒന്നില്ലെങ്കിൽ ഒന്നിൽ എന്തായാലും ഉപ്പ എടുക്കാറുണ്ട്. അപ്പം പിന്നെ നമ്മൾ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ നമ്മൾ ടെൻഷനായി. പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് കംപ്ലയിൻറ്റ് കൊടുക്കണം നമ്മൾ വിചാരിച്ചിട്ടില്ല. കാരണം എവിടെയെങ്കിലും
ആ ഒരു ചിന്താഗതിയിലായിരുന്നു. പക്ഷേ ഉപ്പയുടെ കുറച്ച് സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞിട്ട് എന്തായാലും കുറച്ച് കോംപ്ലിക്കേഷൻ കാണുന്നുണ്ട്, നിങ്ങൾ എന്തായാലും പരാതി കൊടുക്കുമെന്ന് നിർബന്ധിച്ചിട്ട് പറഞ്ഞതുകൊണ്ടാണ് അന്ന് നൈറ്റ് ഇവർ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തത്. ഈ രണ്ടാം ഭാര്യയായിട്ടുള്ള റംലയുടെ അഭിപ്രായത്തിൽ ഈ അന്വേഷണ സംഘം മതിയെന്ന് അവർ വേണം എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പയുടെ കുറച്ച് സുഹൃത്തുക്കൾ നമ്മളോട് തുടക്കത്തിൽ ഇവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കുറേ മാസങ്ങളായിട്ട് ഇവർ പറഞ്ഞിരുന്നു പോലീസ് നല്ല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്, അവർ നല്ല എഫിഷ്യൻ്റായിട്ട് അവരെന്തായാലും എന്തെങ്കിലും തെളിവ് തരുന്നു നമ്മളെ പറഞ്ഞ് ബോധിപ്പിച്ച് നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് പോലീസ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇത് എവിടെയും എത്തുന്നില്ല. അതുകൊണ്ട് ഇവർ പറഞ്ഞത് കേട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇവർ പരാതി കൊടുത്തത് അവർ തന്നെ അതിലും വിശ്വസിച്ചിരിക്കുകയാണ്. പോലീസ് എന്തായാലും ഫൈൻഡ് ചെയ്ത് തരും എന്ന് കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞതുകൊണ്ട് അവരത് വിശ്വസിച്ച് ബ്ലൈൻഡായിട്ട് ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് പോലീസ്. കാരണം ആരാണെങ്കിലും ഒരു കൊല്ലമായിട്ട് ഒരു വിവരം പോലീസ് എൻ്റെ ഉപ്പനെ പറ്റി തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനിയും ആ ഒരു സെയിം പോലീസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഈ കേസ് CBIക്ക് കൊടുക്കണം. കേസ് CBI ഏറ്റെടുക്കണമെന്നാണ് അട്ടൂർ മുഹമ്മദിൻ്റെ കുടുംബത്തിന് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം MM രാഗേഷ്, റിപ്പോർട്ടർ, കോഴിക്കോട്.